അതേസമയം അപ്രതീക്ഷിതമായി കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ UDF ക്യാമ്പുള്ളത്. CPI UDFിലേക്ക് മുന്നണി കൺവീനർ അടൂർ പ്രകാശ് പരസ്യമായി ക്ഷണിച്ചു. സ്വാഗതം ചെയ്തു. CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ UDFിലേക്ക് വരണം എന്ന് ഞാൻ അവരെ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ UDFിലേക്ക് വരണം എന്ന് ഞാൻ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. നിങ്ങൾക്കിതൊരു പുതിയ വാർത്തയാണെങ്കിൽ ഞങ്ങളിത് CPIയുമായുള്ള ചർച്ചകളും മറ്റും പല രീതിയിലും പലവട്ടം നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പരസ്യമായി തന്നെ നേരത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ആലോചനകൾ നടന്നിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഐക്യജനാധിപത്യ മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതേസമയം നാണക്കേട് സഹിച്ച് LDFിൽ നിൽക്കണോ എന്ന് CPI തീരുമാനിക്കട്ടെ എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെയും പ്രതികരണം കൂടി. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കുന്നത്, CPI ആണ് തീരുമാനം എടുക്കുന്നത്. ഈ നാണക്കേട് സഹിച്ച് LDFിൽ തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട അവരാ. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ലാതെ വരട്ടെ, അവരുടെ ഒരു തീരുമാനം പറയട്ടെ. അവരിപ്പോൾ ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ, നമ്മളതങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവർ തീരുമാനം പറയട്ടെ, അപ്പം ഞങ്ങളെ പറയാൻ പാടില്ല. TS ഹരികൃഷ്ണ വിവരങ്ങളുമായുണ്ട്. ഹരി, ഈ വിഷയത്തിൽ വലിയ അവസരം എന്ന നിലയിൽ അടൂർ പ്രകാശ് കാണുന്നു. അതേസമയം കാര്യങ്ങൾ വരട്ടെ എന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ദേശീയ തലത്തിൽ PM ശ്രീ വിഷയത്തെ പരിപൂർണമായി എതിർക്കാൻ കഴിയുന്നൊരു സാഹചര്യം കോൺഗ്രസിനുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകത്തിലെ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്, തെലങ്കാനയിലുണ്ട്. പക്ഷേ അവിടെ രണ്ടിടത്തും വാദത്തിന് വേണ്ടി അത് ഞങ്ങളുടെ സർക്കാർ വരുന്നതിന് മുൻപാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നു. പക്ഷേ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപൂർണമായി എതിർക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന് ദോഷമുള്ള വകുപ്പുകളുണ്ടെങ്കിൽ, വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ CPIയുടെ ഈ എതിർപ്പിനെ ഏത് തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. പക്ഷേ മുന്നണി വിട്ടു പോകേണ്ട വഴി ഇതാണോ എന്ന് ചിന്തിക്കുകയാണ് CPI. ഈ ഒരു അവസരം കിട്ടിയ ഉടനെ തന്നെ രാഷ്ട്രീയമായി അത് മുതലാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് UDFിൻ്റെ കൺവീനർ UDFിലേക്ക് CPI ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് UDF കൺവീനറായി അദ്ദേഹം എത്തിയപ്പോൾ തന്നെ CPIയുടെ പല നേതാക്കളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്, മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ CPIക്ക് LDF എന്ന മുന്നണിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം, PM ശ്രീയുമായി ബന്ധപ്പെട്ട ഈ സംഭവം. അപ്പോൾ അതിൽ CPIയുടെ എതിർപ്പ് പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ CPI അവിടെ അപഹാസ്യരായി നിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതാണ് അവർ മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നണിയിലേക്ക് അവർ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഈ നാണക്കേട് സഹിച്ച് ആ മുന്നണിയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് CPI ആണ്. അവർ അവരുടെ ഒരു തീരുമാനം പറയട്ടെ എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. സ്വാഭാവികമായിട്ടും UDF എന്ന മുന്നണിയെ കൂടുതൽ കെട്ടുറപ്പോടെ കൊണ്ടുപോകാനായിരിക്കും ഒരു UDF കൺവീനർ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ CPIയെ അവരുടെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പക്ഷേ തീരുമാനം CPIയുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശരി, TS ഹരികൃഷ്ണ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത്. CPIയുടെ ഭാഗത്തു നിന്നാണ് തീരുമാനമുണ്ടാകേണ്ടത്. അതൊരു സമ്മർദ്ദത്തിൽ ഒതുങ്ങുമോ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരസ്യ പ്രതികരണത്തിൽ അവസാനിക്കുമോ PS വിഷയം? അതോ CPM CPIക്ക് വഴങ്ങുമോ എന്ന വലിയ ചോദ്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ്